الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسابقوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിച്ച് അവന്റെ സ്വർഗം കരസ്ഥമാക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കരുണാമയനായ പടച്ച റബ്ബിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നാം ഒരു വിശുദ്ധ റമളാനിന് കൂടി സാക്ഷികളാകാൻ പോവുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം 1/5 വരുന്ന ആളുകൾ, 130 കോടിയിലധികം ആളുകൾ നമ്മോടൊപ്പം ഈ പരിശുദ്ധമായ ഇബാദത്ത് നിർവഹിക്കുവാൻ വേണ്ടി പങ്കാളികളായി തീരുന്നുണ്ട്. വിശുദ്ധ റമളാനിൽ പ്രവേശിക്കുവാനും ആ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടുവാനും ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമായിട്ടാണ് നാം കാണുന്നത്, നാം കാണേണ്ടത്. കാരണം അത്രമാത്രം പ്രതിഫലങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തിൽ ജീവിച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് എന്നത് നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആ പരിശുദ്ധ മാസത്തിലേക്ക് പ്രവേശിക്കുകയും അതിന്റെ സാക്ഷികളാവുകയും അതിന്റെ ഗൗരവവും പ്രാധാന്യവും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ആ ദിനരാത്രങ്ങളെ ചെലവഴിച്ചാൽ അള്ളാഹുവിന്റെ കഠിന ശിക്ഷയായ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും അവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമായി തീരുകയും ചെയ്യും എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞിട്ടുള്ള ഒരേ ഒരു മാസം റമളാൻ മാസമാണ്. മറ്റു മാസങ്ങളെ കുറിച്ചുള്ള സൂചനകൾ കാണാം. എന്നാൽ പേരെടുത്തു പറഞ്ഞ ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞ് പേരെടുത്തു പറഞ്ഞ ഒരേ ഒരു മാസം വിശുദ്ധ ഖുർആനാണ്.
മറ്റെല്ലാ അമലുകളും അള്ളാഹുവിന് വേണ്ടിയാണെങ്കിലും നാം വിശുദ്ധ റമദാനിൽ നോൽക്കുന്ന നോമ്പും അന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി തന്നിലേക്ക് ചേർത്തു വെക്കുന്നു എന്നത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുകയാണ്. അസ്സൗമു ലീ വ അനാ അജ്സീ ബിഹി എന്ന തിരുവചനത്തിന്റെ ഭാഗം അതാണ് നമുക്ക് പഠിപ്പിച്ചു വരുന്നത്. എല്ലാ അമലുകളും അള്ളാഹുവിനാണെങ്കിലും നോമ്പിന് ഒരു പ്രത്യേകമായ സ്ഥാനവും പദവിയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് റമളാൻ മാസം കടന്നു വരുന്ന സമയത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ ആ കാര്യം ആദ്യമേ ഉത്ബോധിപ്പിച്ചിരുന്നത്. തന്റെ അനുചരന്മാരോട് പ്രവാചകൻ പറഞ്ഞത്, അതാകും ശഹ്റു റമളാൻ ശഹ്റും മുബാറക, എന്റെ സ്വഹാബത്തെ, നിങ്ങൾക്കിതാ ഒരു അനുഗ്രഹീതമായ മാസം കടന്നു വരാൻ പോവുകയാണ്. അത് കാരുണ്യത്തിന്റെ മാസമാണ്, അത് അനുഗ്രഹത്തിന്റെ മാസമാണ്. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ്, നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന മാസമാണ്. നമ്മുടെ ബദ്ധവൈരിയായ പിശാചുക്കളെ അകറ്റപ്പെടുന്ന, അതിനെ ബന്ധനസ്ഥരാക്കപ്പെടുന്ന മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് സന്തോഷ വാർത്ത അറിയിക്കാറുണ്ടായിരുന്നു. ആ സന്തോഷ വാർത്ത അറിയിക്കുന്നതോടൊപ്പം തന്നെ ആ തിരുവചനത്തിന്റെ അവസാന ഭാഗം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഗൗരവത്തോടു കൂടിയുള്ള താക്കീതും പ്രവാചകൻ നൽകിയിരുന്നു. ആ താക്കീത്, ഈ വിശുദ്ധമായ മാസത്തിൽ ജീവിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് തടയുന്നവനാരാണോ, അത് നേടാൻ കഴിയാത്തവനാരാണോ, അവനാകുന്നു ഏറ്റവും വലിയ നിർഭാഗ്യവാൻ. ആ വിശുദ്ധ മാസത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി, ജീവിക്കാനുള്ള അവസരം നൽകി. എന്നിട്ട് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യവും അടുപ്പവും നേടാൻ കഴിയാത്തവൻ അവനാകുന്നു ഏറ്റവും വലിയ നിർഭാഗ്യവാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ഗൗരവവും നമുക്ക് പഠിപ്പിച്ചു വരികയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ചുകൊണ്ട് 3 പ്രാവശ്യം ആമീൻ ചൊല്ലിയത് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആരാണ് പ്രാർത്ഥിച്ചത് എന്ന് പ്രവാചകൻ പിന്നീട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മലക്കുൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥനയിൽ ഒന്ന്, പ്രായമായ മാതാപിതാക്കളെ ലഭിച്ചിട്ട് സ്വർഗം നേടാൻ കഴിയാത്തവൻ നശിക്കട്ടെ എന്നായിരുന്നു. പ്രവാചകൻ ആമീൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്റെ പേര് കേട്ടിട്ട് എന്റെ പേരിൽ സ്വലാത്തു ചെല്ലാത്തവൻ നശിക്കട്ടെ എന്നതായിരുന്നു രണ്ടാമത്തത്. മൂന്നാമത്തത് പ്രവാചകൻ പറഞ്ഞത്, വിശുദ്ധ റമളാൻ മാസത്തിൽ ജീവിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ട് അവന് അത് പ്രയോജനപ്പെടുത്താൻ കഴിയാത്തവൻ അവൻ നശിക്കട്ടെ, അവന്റെ മേൽ നാശമുണ്ടാകട്ടെ എന്ന് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോഴാണ് മൂന്നാമത് ഞാൻ ആമീൻ പറഞ്ഞത് എന്ന് പ്രവാചകൻ പറയുകയാണ്. അപ്പോ ഈ ദിവസത്തിലേക്ക് കടന്നു വരുന്നതിന്റെ പ്രത്യേകതയും പ്രാധാന്യവും മഹത്വവും എല്ലാം ഉൾക്കൊള്ളുവാൻ ഇത്തരത്തിലുള്ള പ്രവാചകന്റെ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മിൽ നിന്ന് വാർന്നൊലിച്ചു പോകുന്ന ഈമാനിനെ സ്ഫുടം ചെയ്തെടുക്കുവാനും ശക്തിപ്പെടുത്തുവാനും ഉണ്ടായിട്ടുള്ള പോരായ്മകൾ നികത്തുവാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അവസരങ്ങൾ, ചാൻസുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമളാനും അതുപോലെ മറ്റു ഇബാദത്തുകളുമെല്ലാം നാം പഠിച്ചിട്ടുണ്ട്. ഒരു നമസ്കാരം മുതൽ അടുത്ത നമസ്കാരം, ഒരു ജുമാ മുതൽ അടുത്ത ജുമാ, ഇങ്ങനെ ഓരോ കർമ്മങ്ങളും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഒരു റമളാൻ മുതൽ ഇലാ റമളാൻ, അടുത്ത റമളാൻ വരെ
അവന്റെ ഈമാനിന്റെ സംഭവിച്ചു പോകുന്ന ശോഷണങ്ങൾ അത് നികത്തി അവനെ സ്ഫുടം ചെയ്തെടുത്തുകൊണ്ട് സ്ഫടിക സമാനം വെട്ടിത്തിളങ്ങുന്ന ഈമാൻ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്നവരാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രവാചകൻ പറയുന്നു, ഇന്നൽ ഈമാന ലയഖ്ലഖു കമാ യഖ്ലഖു തൗബു. ഓരോരുത്തരുടെയും ഈമാൻ അത് പഴകിക്കൊണ്ടിരിക്കും, അതിന് പഴക്കം സംഭവിച്ചു, അത് ദ്രവിച്ചുകൊണ്ടിരിക്കും, അതിന്റെ പോരായ്മകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, അതിന്മേൽ മാലിന്യങ്ങൾ പറ്റിപ്പിടിച്ചുകൊണ്ടിരിക്കും. അവസരങ്ങളും സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമെല്ലാം അനുസരിച്ചുകൊണ്ട് എപ്പോഴും ഒരേ ഈമാൻ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അള്ളാഹുവിന്റെ നിയമങ്ങളെ പലപ്പോഴും നമ്മിൽ കാറ്റിൽ പറത്തിപ്പോയിട്ടുണ്ടാകാം, അവഗണിച്ചു പോയിട്ടുണ്ടാകാം, ശ്രദ്ധിക്കാതെ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ജീവിതത്തിൽ കഴിഞ്ഞു പോയപ്പോ ആ ഈമാനിനെ തിരിച്ചു പിടിക്കുവാനുള്ള ചാൻസാണ്, അവസരമാണ് റമളാൻ എന്ന് പറയുന്നത്. ആ ചാൻസിനെ പരിപൂർണമായി പ്രയോജനപ്പെടുത്താൻ, ഒരു നിമിഷം പോലും പാഴാവാതെ ആ റമളാൻ മുഴുവനായും തന്റേതാക്കി മാറ്റാനുള്ള അവസരമായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആനിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിശുദ്ധ ഖുർആനിന്റെ വചനം, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങൾ ധൃതിപ്പെട്ടു വരണം, നിങ്ങൾ ഓടി വരണം. വസാരിഊ എവിടേക്കാണ്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, വ ജന്നത്തിൻ അവന്റെ സ്വർഗത്തിലേക്കും. അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും അവന്റെ സ്വർഗത്തിലേക്കും നിങ്ങൾ ഓടി വരണം. നിങ്ങൾ മുസാബഖത്ത് നടത്തണം, അഥവാ മത്സരം നടത്തണം. വിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നു, വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. ഇതുപോലെയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവർ മത്സരിക്കട്ടെ, ആ കാര്യങ്ങളിൽ അവർ മത്സരിക്കട്ടെ. ഇതുപോലെ വിശുദ്ധ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോ ഒരു മത്സര ബോധത്തോടു കൂടി തന്നെ ആ ദിനരാത്രങ്ങളെ സ്വീകരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ആ സ്വർഗം തയ്യാർ ചെയ്തിരിക്കുന്നത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്, തഖ്വയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ തഖ്വ ഉണ്ടാക്കിയെടുക്കുക എന്ന ഒരു മഹത്തായ കർമ്മമാണ് നാം റമളാനിലൂടെ ചെയ്യുന്നത്. നമ്മുടെ ജീവിത യാത്രക്കാവശ്യമായ ആ യാത്ര കഴിഞ്ഞതിന് ശേഷം അനുസ്യൂതമായി തുടരുന്ന പാരത്രിക ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഇന്ധനം ശേഖരിക്കുകയാണ് നാം ഈ റമളാനിലൂടെ ചെയ്യുന്നത്. നാം നമ്മുടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ എത്ര ദൂരമാണ് നമുക്ക് പോകാനുള്ളത്, അതിനനുസരിച്ച് കൊണ്ട് നാം അതിൽ ഇന്ധനം നിറയ്ക്കാറുണ്ട്. എത്രയാണോ നാം ഇന്ധനം നിറച്ചത് അത്ര മാത്രമേ ആ വാഹനം മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മുടെ ജീവിതയാത്രയിൽ മുഴുവനും മുന്നോട്ടു പോകാൻ ആവശ്യമായ ഇന്ധനം ഈ റമളാനിലൂടെ നാം നിറയ്ക്കേണ്ടതുണ്ട്. അത് ഈമാൻ എന്ന് പറയുന്ന, തഖ്വ എന്ന് പറയുന്ന, ഇഖ്ലാസ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഇന്ധനങ്ങളാണ് നാം നിറച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ചിന്ത, എനിക്കിനി ഒരു റമളാനിനെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പ്രവാചകൻ പറഞ്ഞല്ലോ, നമസ്കരിക്കുമ്പോ എങ്ങനെ നമസ്കരിക്കണം എന്നാണ്. നമസ്കാരത്തിൽ ശ്രദ്ധ മാറാതിരിക്കാൻ, ആ നമസ്കാരത്തിൽ തഖ്വയുണ്ടാകാൻ, ആ നമസ്കാരത്തിൽ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചൊല്ലാൻ എങ്ങനെ വേണം? പ്രവാചകൻ പറഞ്ഞത്, സ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ, ഒരു യാത്ര പറയുന്നവന്റെ, അഥവാ ഞാനിതാ പോവുകയാണ്, എനിക്ക് കണ്ടുമുട്ടുകയില്ല, എന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ബോധത്തോടു കൂടി നമസ്കരിക്കാൻ നിന്നാൽ അവന്റെ നമസ്കാരത്തിന്റെ ഒരു പോരായ്മയും ന്യൂനതയും ഉണ്ടാവൂല. ളുഹർ നമസ്കരിക്കുന്നവൻ അസറിന് ഞാൻ ഉണ്ടാവണമെന്നില്ല, അസർ നമസ്കരിക്കുന്നവന് മഗ്‌രിബിന് ഞാൻ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ വിചാരിക്കുമ്പോഴുള്ള ഏതെങ്കിലും ഒരു നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മൾ മരണപ്പെട്ടു പോവുക. എല്ലാ നമസ്കാരത്തിലും ആ ചിന്തയുണ്ടായാൽ അവന്റെ നമസ്കാരം അന്യൂനമായിരിക്കും. അതുപോലെ റമളാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ, പടച്ചോനെ ഒരു വർഷമുണ്ട്,
ആ ഒരു അടുത്ത വർഷം റമദാൻ കടന്നു വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാവണമെന്നില്ല, ഒരു നിശ്ചയവുമില്ല. കാരണം എന്റെ വീട്ടിൽ നിന്ന്, എന്റെ ചുറ്റുപാടിൽ നിന്ന്, എന്റെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് ആളുകൾ മരണപ്പെട്ടു പോകുന്നത് അങ്ങനെയാണ്. പ്രായ വ്യത്യാസങ്ങളില്ല, ചെറുപ്പ വലിപ്പങ്ങളില്ല. അതുകൊണ്ട് ആ ഒരു ബോധം, ഒരു അറബി കവി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ നമ്മോട് പറയുന്നത് ഇന്നൽ ഹയാത ദഖായിഖുൻ വതവാനി. ജീവിതം എന്ന് പറയുന്നത് നിന്റെ ഹൃദയം മിടിക്കുന്നത് പോലെയുള്ള ആ മിടിപ്പുകളാണ്, ആ സെക്കൻഡുകളാണ്. അത്രേ ആയുസുള്ളൂ. അതുകൊണ്ട് ഞാൻ അടുത്ത റമദാനിൽ ഉണ്ടാവണമെന്നില്ല. ഈ റമദാൻ എനിക്ക് പടച്ചവൻ നൽകിയ മഹാഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ റമദാനിനെ പ്രയോജനപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. നാം അറിയേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, നോമ്പ് നോൽക്കണം എന്ന് പറയുമ്പോ നമ്മുടെയൊക്കെ മാനസികാവസ്ഥ, പലരുടെയും മാനസികാവസ്ഥ, അതിനെന്താ പ്രശ്നം? അത്താഴത്തിന് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ എഴുന്നേൽക്കണം, എന്തെങ്കിലും അത്താഴം കഴിക്കണം, എന്നിട്ട് മഗ്‌രിബ് വരെ ഒന്നും കഴിക്കാതിരിക്കണം, എന്നാൽ നോമ്പായി, എന്നാൽ ഞാൻ നോമ്പ് നോറ്റു എന്നാണ് നമ്മുടെ മിഥ്യാധാരണ. അത് ശരിയാണോ? റമദാൻ എന്ന് പറയുന്നത് പട്ടിണി കിടക്കുക എന്നതാണോ? അതല്ല. യഥാർത്ഥത്തിൽ ആ പ്രഭാതം മുതൽ പ്രദോഷം വരെ, സുബഹ് മുതൽ മഗ്‌രിബ് വരെ അന്നപാനീയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് നോമ്പിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമാണ്. എന്നാൽ മറ്റു ഇബാദത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി 24 മണിക്കൂറും നമുക്ക് തെർബിയത്തും തസ്കിയത്തും നൽകുന്ന ഇബാദത്താണ് നോമ്പ് എന്നത്. നമസ്കാരം 5 മിനിറ്റ് കൊണ്ട് കഴിയും, സക്കാത്ത് കൊടുക്കുമ്പോ കഴിഞ്ഞു, ഹജ്ജ് എന്നത് 5-6 ദിവസങ്ങൾ കൊണ്ട് കഴിഞ്ഞു. എന്നാൽ നോമ്പോ ഒരു മാസക്കാലം 24 മണിക്കൂറും നീണ്ടു നിന്നുകൊണ്ട് നമ്മെ ഇസ്ലാമായി എങ്ങനെ ജീവിക്കാം, ഒരു മുസ്ലിമായി എങ്ങനെ ജീവിക്കാം, ആ ചട്ടക്കൂടിൽ എങ്ങനെ വളരാം എന്നത് പരിശീലിപ്പിക്കുകയാണ്. അപ്പോ ഒരു പരിശീലന കളരിയാണ് റമദാൻ എന്ന് പറയുന്നത്. അതായിട്ട് നമുക്ക് അനുഭവപ്പെടണം, അനുഭവ ബോധ്യമാകണം. നമ്മുടെ ജീവിതത്തിൽ പട്ടിണി കിടക്കുന്നതിനപ്പുറം സത്യം പറയുക, നീതി പുലർത്തുക, സഹാനുഭൂതി ഉണ്ടാകുക, നന്മകളിലൂടെ മുന്നേറുക, ഖുർആൻ പാരായണം ചെയ്യുക, ദിക്ർ ദുആകൾ ചെയ്യുക, ഇങ്ങനെ എല്ലാം നന്മകളുണ്ടോ ആ നന്മകൾ ദിവസങ്ങളുടനീളം ചെയ്തുകൊണ്ട് അള്ളാഹുമായി ഏറ്റവും കൂടുതൽ അടുക്കുവാൻ ശ്രമിക്കണം. അങ്ങനെയായിരിക്കണം നോമ്പിലേക്ക് പ്രവേശിക്കേണ്ടത്. അങ്ങനെ പ്രവേശിക്കുമ്പോ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ 2 മക്കൾ ഹാബീൽ ഖാബീൽ, ആദ്യമായി കൊലപാതകം നടന്നത് അവിടെയാണ്. ആ കൊലപാതകം നടക്കാനുള്ള കാരണം അവർ 2 പേരും ഖുർബാന സമർപ്പിച്ചു അള്ളാഹുവിന്. അവരിൽ ഒരാളുടേത് സ്വീകരിച്ചു, രണ്ടാമത്തെ ആളിന്റേത് സ്വീകരിച്ചില്ല. സ്വീകരിക്കാത്ത ആൾക്ക് അപരനോട് ദേഷ്യമുണ്ടായി. അവൻ പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലും. അങ്ങനെ കൊന്നു. പക്ഷെ ആ ആൾ പറഞ്ഞു കൊടുത്തു, അള്ളാഹു സ്വീകരിക്കുക മുത്തഖീങ്ങളിൽ നിന്നേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്താൽ, അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ആരുടെ അടുക്കൽ നിന്നാണ് സ്വീകരിക്കുക? തഖ്വാ ബോധത്തോട് കൂടി ആ കർമ്മം ചെയ്യുന്നവരിൽ നിന്ന് സ്വീകരിക്കൂ. അപ്പൊ നമ്മൾ നോമ്പ് നോക്കുന്നത് എങ്ങനെ വേണം? പട്ടിണി കിടന്നാ പോരാ, തഖ്വാ ബോധത്തോട് കൂടിയാവണം. അങ്ങനെയുള്ളതേ അള്ളാഹു സ്വീകരിക്കൂ. ആ തഖ്വാ ബോധത്തോട് കൂടിയാവണമെങ്കിൽ നാം എന്തെല്ലാം ശ്രദ്ധിക്കണം? പ്രവാചകൻ ഒരു തിരുവചനത്തിൽ പറഞ്ഞില്ലേ, കം മിൻ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലാ ളമഉ വൽജൂ. എത്ര നോമ്പ് നോൽക്കുന്ന ആളാണ് അവസാനം അവർക്ക് ശേഷിപ്പായി ഉണ്ടാവുക വിശപ്പും ദാഹവും സഹിച്ചു എന്നത് മാത്രമായിരിക്കും. ബാക്കിയുള്ളത് മുഴുവനും അവർ ബാക്കി കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. അവസാനം ഈ പട്ടിണി കിടന്നു എന്നതേ അവർക്ക് അവശേഷിച്ചു കിട്ടുകയുള്ളൂ എന്ന്. എന്തുകൊണ്ട്? തഖ്വാ ബോധത്തോടു കൂടിയല്ല അവർ നിർവഹിച്ചിട്ടുള്ളത്.
എത്രയെത്ര രാത്രി നമസ്കാരക്കാരുണ്ട്, ഉറക്കം പോയി എന്നതല്ലാതെ ഒന്നും കിട്ടൂല. കാരണം എന്താ? ആ ആത്മാർത്ഥതയും തത്വതയും നിലനിർത്തിക്കൊണ്ടല്ല. അപ്പൊ വിശിഷ്ടമായതാണ് അള്ളാഹു സ്വീകരിക്കുക. അപ്പൊ നമ്മുടെ നോമ്പ് വിശിഷ്ടമായതാകണം, ഏറ്റവും നല്ലതാകണം. നമ്മളെ തശഹുദിൽ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയില്ലേ, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു, അത്വയ്യിബാത്തു, ഏറ്റവും വിശിഷ്ടമായത് അള്ളാഹ്ക്കുള്ളത്, ഏറ്റവും വിശിഷ്ടമായതാണ് അള്ളാഹുവിനുള്ളത് എന്നത് നാം മനസ്സിലാക്കുകയും അന്യൂനമായ രൂപത്തിൽ നോമ്പനുഷ്ഠിക്കുവാൻ നാം സന്നദ്ധരാവുകയും ആ രൂപത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുക. അതോടുകൂടി ഉണ്ടാകേണ്ടത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഏതൊരു കർമ്മം നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയം നിർമ്മിച്ചു. ആരാ പറഞ്ഞത് കഅബാലയം നിർമ്മിക്കാൻ? അള്ളയാണോ പറഞ്ഞത്? എവിടെയാണ് നിർമ്മിക്കേണ്ടത് എന്ന് പറഞ്ഞത് ആരാ? അള്ളയാണ്. ആ സ്ഥലം കാണിച്ചു കൊടുത്തത്, മേൽനോട്ടം വഹിച്ചതും ആരാ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എന്നിട്ടും അള്ള പറഞ്ഞതാണ്, അള്ള സ്ഥലം നിശ്ചയിച്ചു കൊടുത്തതാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മേൽനോട്ടത്തിലാണ്. എന്നിട്ടും അത് നിർമ്മിച്ചു കഴിഞ്ഞപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന ഖുർആൻ പറയുന്നു, وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. തുടർന്ന് കുറെ പ്രാർത്ഥനകളാണ്. പടച്ചോനെ ഇത് സ്വീകരിക്കണേ. അള്ള പറഞ്ഞതായിരുന്നിട്ട് കൂടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോ നമ്മൾ നോമ്പ് നോൽക്കുന്നതോടൊപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ പുണ്യകർമ്മങ്ങളും പടച്ചവനെ നീ കബൂൽ ചെയ്യണമേ എന്ന പ്രാർത്ഥന അതോടുകൂടി നമ്മൾ പറയണം. ഞാൻ ചെയ്യുന്നത് പടച്ചവൻ അറിയുന്നില്ലേ, പിന്നെന്തിനാ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യം എന്ന ചിന്തയല്ല നമുക്കുണ്ടാകേണ്ടത്. അത് അള്ളെ അറിയുന്നുണ്ടെങ്കിലും ആ പ്രാർത്ഥന എന്നുള്ളത് വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ പരിഗണിക്കുക പോലുമില്ല. അതിനാൽ നമ്മളിപ്പോൾ മനസ്സിലാക്കിയ രൂപത്തിൽ നോമ്പനുഷ്ഠിക്കുക, ആ നോമ്പിൽ പുണ്യകർമ്മങ്ങളോടെ മുന്നേറുക, അതോടുകൂടി തന്നെ നമ്മിൽ നിന്നുള്ള പ്രാർത്ഥന അള്ളാഹുവിലേക്ക് ഉയരുകയും ചെയ്യുക. നമ്മൾ വല്ല ആളുകളും നമുക്ക് വല്ല നന്മയും ചെയ്തിട്ടുണ്ട് എങ്കിൽ നാം അയാളോട് പറയാറെന്താ? ജസാക്കല്ലാഹു ഖൈറ, ജസാക്കല്ലാഹു ഖൈറ എന്ന് നമ്മൾ പറയാറുണ്ട് അയാളോട്. അതുപോലെ സന്തോഷത്തിന്റെ ഈദ് സുദിനത്തിലൊക്കെ നാം പരസ്പരം പറയാറുണ്ട്, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, നമ്മളിൽ നിന്നൊക്കെ നല്ലത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോ നമ്മുടെ കർമ്മത്തോടുകൂടെ പ്രവർത്തനത്തോടുകൂടെ പ്രാർത്ഥന അനിവാര്യമാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യവും നാം ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ രൂപത്തിൽ വിശുദ്ധമായ മാസത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അള്ളാഹുവെ ഇതിന്റെ മഹത്വവും പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിശുദ്ധ മാസത്തെ സ്വീകരിക്കുവാനും സ്വാഗതം ചെയ്യുവാനും നിന്നിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് നിന്റെ സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് അതിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് സൽപ്രവർത്തനത്തിലൂടെ മുന്നേറാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂമു ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വ നഫ്സി സാനിയ ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. നാം ഇപ്പോൾ കേട്ട രൂപത്തിൽ വിശുദ്ധ മാസത്തിൽ അള്ളാഹുവുമായി കൂടുതൽ അടുക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. ഒരു കാര്യം കൂടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അഥവാ നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ടാകണം. ലക്ഷ്യമില്ലെങ്കിൽ വൃഥാ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. നമ്മുടെ ലക്ഷ്യം സ്വർഗം എന്നതാണ്. ആ സ്വർഗം നമ്മുടെ മുമ്പിൽ സ്വപ്നമായിട്ട് അവിടെ ഉണ്ടാകണം.
എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നേർദിശയിൽ തന്നെ വരും. വിശുദ്ധ ഖുർആനിൽ 2 വചനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓതിയ ആയത്തും വസാരിയു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ ഓടി വരിക എന്ന ആയത്തും, മറ്റൊന്ന് 2 ആയത്തുകൾ അത് നമ്മുടെ മനസ്സിൽ റമളാനിൽ എക്കാലത്തും ഉണ്ടാവേണ്ടതാണ്, റമളാനിൽ പ്രത്യേകമായിട്ടുണ്ടാകണം. ആ ആയത്ത് ഫഅമ്മാ മൻ തഗാ വആതറൽ ഹയാത്തദ് ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ. ആരാണ് അതിര് വിട്ട് പ്രവർത്തിക്കുന്നവൻ? പടച്ചോൻ ഒരു അതിര് നിശ്ചയിച്ചിട്ടുണ്ട്. അതിക്രമം ചെയ്യുന്നവൻ ആരാണ്? അള്ള പറഞ്ഞ ആ അതിരുകൾ മറികടക്കുന്നവനാണ്. ഐഹിക ജീവിതത്തിന് അമിത പ്രാധാന്യം നൽകുകയും ചെയ്യുന്നവനാരോ അവന്റെ സങ്കേതം നരകമാണ്. അള്ള പറഞ്ഞ അതിരുകൾ വിടുന്നവനും അതുപോലെ ഐഹിക ജീവിതത്തിന് അമിത പ്രാധാന്യം നൽകുന്നവനും അവന്റെ സങ്കേതം നരകമാണ്. وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. എന്നാൽ ഞാൻ ഈ മരണത്തോടു കൂടി സർവനാശമല്ല, അള്ളാന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടും, അവന്റെ മുമ്പിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവനാണ്. അന്ന് എനിക്ക് സ്വർഗമാണ്, അള്ളാഹുവിന്റെ തൃപ്തിയാണ് ലഭിക്കേണ്ടത് എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവരുടെ സങ്കേതം സ്വർഗമായിരിക്കും എന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു വരികയാണ്. ആ 3 ആയത്തുകൾ, ഞാൻ ഈ ആദ്യ ആയത്ത്, ഈ സൂറത്തുൽ അൽ ഫജ്റിന്റെ അവസാനം വരുന്ന ഈ ആയത്തുകൾ റമളാൻ മുഴുക്കെ അതിന് ശേഷവും നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ കർമ്മങ്ങൾക്ക് അത് തുണയായി മാറണം, പ്രചോദനമായി മാറണം. മഹാനായ 1-ാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലൻ നാരിൽ ജഹീമി. പടച്ചോനെ, ഫിർദൗസ് എന്ന സ്വർഗം, അതാണ് സ്വർഗങ്ങളിൽ ഏറ്റവും നല്ല സ്വർഗം. ആ സ്വർഗം, ഫിർദൗസ് എന്ന സ്വർഗം റബ്ബേ നീ എനിക്ക് നൽകുന്നില്ല എങ്കിൽ വലാ അഖ്വാ അലൻ നാരിൽ ജഹീമി, ആ നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാൻ കഴിയില്ല റബ്ബേ. ബുദ്ധിക്കിന്റെ ഒരു പദ്യത്തിന്റെ ശകലമാണത്. ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക. അതുപോലെ നോമ്പനുഷ്ഠിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു, നിയ്യത്ത് ഏറ്റവും പ്രധാനമാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും നോമ്പ് വയ്ക്കാൻ പ്രയാസമല്ല, നിസ്കരിക്കാൻ പ്രയാസമല്ല, ഒരു അമലും ചെയ്യാൻ പ്രയാസമല്ല. ചില ആളുകൾക്ക് ഏറ്റവും പ്രയാസമല്ല നിയ്യത്ത് വെക്കാനാ പ്രയാസം. നിയ്യത്ത് ഒരു ഭയങ്കര വിഷയം ആളുകൾക്ക്. എന്നാ ഒരു വിഷയവും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാ? കണ്ണുകൊണ്ടാണ്. കേൾക്കുന്നത് എന്തുകൊണ്ടാ? ചെവി കൊണ്ടാണ്. നടക്കുന്നത് കാലുകൊണ്ടാണ്. അതുപോലെ നിയ്യത്ത് വെക്കാൻ ഒരു അവയവം പക്ഷോ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ആ അവയവം ഏതാ? ഹൃദയമാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നവ, കരുതി എന്ന മനസ്സിൽ ഉദ്ദേശിക്കുന്നതിനാണ് നിയ്യത്ത് എന്ന് പറയാം. ആ മനസ്സിൽ നമ്മൾ അത് ഉദ്ദേശിച്ചാൽ നിയ്യത്തായി. ഇപ്പൊ ഏത് കർമ്മത്തിനാകട്ടെ അത് വായ കൊണ്ട് പറയണമെന്നില്ല. വായ കൊണ്ട് പറയുന്നത് ബിദ്അത്താണ് എന്ന് വരെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് മനസ്സിൽ അങ്ങ് വിചാരിച്ചാൽ അത് നിയ്യത്തായി. അങ്ങനെ നിയ്യത്ത് പൂർണ്ണമായ ഉദ്ദേശ ശുദ്ധിയോടുകൂടി ഈ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. ഒരു കാര്യം ബന്ധപ്പെട്ടവർ അറിയിച്ചത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ ICT മെഡിക്കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കളക്ഷൻ ഈ ആഴ്ച നടക്കുന്നുണ്ട് എന്നത് കഴിഞ്ഞ ആഴ്ചയിൽ വിവരം നൽകിയിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അഥവാ പാവപ്പെട്ട രോഗികളെ ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ടി ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ എപ്പോഴാ എന്തെങ്കിലും അപകടങ്ങളും അത്യാഹിതങ്ങളും നമുക്ക് വന്നുപെടുക എന്നറിയില്ല. ഒരു ഡോക്ടറെ കാണാൻ പോയാൽ അവിടെ ഉണ്ടാകുന്ന ചെലവുകൾ എത്രയാണ് എന്ന് നമുക്കറിയാം. ആ ടെസ്റ്റുകളും ബാക്കിയൊക്കെ എത്രയാണ് നടക്കുന്നത് എന്നറിയാം. നമ്മൾ ചെയ്യുന്ന ഈ നന്മകൾ, ഏത് കാര്യത്തിലേക്കാകട്ടെ നൽകുന്ന സ്വതക്കകൾ, ഇതുപോലെയുള്ള പല അത്യാഹിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മെ പടച്ചോൻ തടുത്തു നിർത്തുകയാണ്. അവൻ മാറ്റി നിർത്തുകയാണ്. നമ്മൾ ഈ ചെയ്യുന്ന നന്മയിലൂടെ ഒരു പക്ഷേ നമ്മുടെ അളവിൽ അല്ല നിശ്ചയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പരീക്ഷണം അവൻ തട്ടി മാറ്റി എന്ന് വന്നേക്കാം.
അതുകൊണ്ട് നമ്മൾ കഴിയുന്ന, നമ്മുടേതല്ല നമ്മുടെ കയ്യിലുള്ളതൊന്നും. നമ്മൾ പറയും ഇന്റേതാണെന്നൊക്കെ, പക്ഷേ അള്ളാഹ് പറഞ്ഞത് വമിമ്മാ ഖലഖനാകും, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക, പടച്ചോൻ തന്നതാണൊക്കെ എന്ന് മനസ്സിലാക്കി അവന്റെ മാർഗത്തിൽ സ്വമനസ്സാലെ ചെലവഴിക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാവുക. ഈ പറഞ്ഞ വിഷയത്തിലേക്കും നിങ്ങൾ അതുപോലെ ചെലവഴിക്കുക. അതൊരു മാസത്തിൽ ഒരുമിച്ച് നൽകാൻ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെ നേടുവാനുള്ള, അതുപോലെ ഒരു വർഷത്തിൽ ഒന്നിച്ചുള്ള സംവിധാനങ്ങൾ, അതൊക്കെ ഇവിടെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാലുണ്ട്. ആ കമ്മിറ്റിയിൽ ബന്ധപ്പെട്ട ആളുകൾ ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളും ചെയ്ത് സാധിക്കുക. സർവാതി നാഥനായ റബ്ബേ, നിന്റെ ദീനുമായി ഏറ്റവും അടുക്കുവാനും ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിക്കുന്ന വിശ്വാസിനികളായി തീരുവാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. വിശുദ്ധ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യം അല്പ മണിക്കൂറുകൾ മാത്രമാണ് എങ്കിലും റബ്ബേ, ആ ഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, ആ മാസത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ആരോഗ്യത്തോടു കൂടി ആ അമലുകൾ കൃത്യമായി നിർവഹിക്കുവാനും പരമാവധി പുണ്യകർമ്മങ്ങൾ എത്രമാത്രം ചെയ്യാൻ സാധിക്കുമോ അത്രയും പടക്കുതിരകളുടെ ആവേശത്തോടു കൂടി ഈ റമദാനിനെ പ്രവർത്തനങ്ങളാൽ ധന്യമാക്കുവാനുമുള്ള സന്മനസ്, തൗഫീഖ് ഞങ്ങൾക്കെല്ലാം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. രോഗികളും പ്രയാസം അനുഭവിക്കുന്നവരും അവശതകൾ അനുഭവിക്കുന്നവരുമായ ആളുകൾക്ക് അല്ലാഹുവേ നീ ആശ്വാസവും ശമനവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് കൃത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم هون علينا سكرات الموت. اللهم هون علينا سكرات الموت.